സംസ്ഥാനത്ത് ചൂട് കൂടുകയാണ്. വരും ദിവസങ്ങളിലും ചൂട് കൂടും എന്ന് തന്നെയാണ് മുന്നറിയിപ്പ്. കൊടും ചൂട് തുടരുന്നതിനിടെ UV ഇൻഡെക്സും അപകടകരമായ നിലയിലെത്തി എന്നുള്ള മുന്നറിയിപ്പ് കൂടി നൽകുകയാണ് കാലാവസ്ഥാ വകുപ്പ്. കൊല്ലം, കോട്ടയം ജില്ലകളിൽ ഇന്നലെ UV ഇൻഡെക്സ് തോത് 7ന് മുകളിലാണ് രേഖപ്പെടുത്തിയത്. എന്താണ് UV ഇൻഡെക്സ് എന്നാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. ആശങ്കയുടെ ഇൻഡെക്സ് തന്നെയാണ് നിലവിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പുകൾ പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സൂര്യരശ്മികളിൽ നിന്നുള്ള അൾട്രാവയലറ്റ് കിരണങ്ങളുടെ തോത് വിലയിരുത്തുന്നതിനെയാണ് അൾട്രാവയലറ്റ് സൂചിക അഥവാ UV ഇൻഡെക്സ് എന്ന് പറയുന്നത്. അമിതമായ അളവിൽ അൾട്രാവയലറ്റ് രശ്മികൾ ഏൽക്കുന്നത് പലതരത്തിലുള്ള രോഗങ്ങൾക്കും കാരണമാകുമെന്നുള്ള കാര്യം നമുക്കറിയാം. സംസ്ഥാനത്ത് പകൽ സമയത്ത് ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തുന്നതിനായാണ് ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അന്തരീക്ഷത്തിലെ ഓസോൺ പാളികളാണ് അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്ന് നമ്മൾ സംരക്ഷിക്കുന്നത്. ഈ ഓസോൺ പാളിയിലെ വിള്ളലാണ് ഇത്തരത്തിൽ UV ഇൻഡെക്സ് വർദ്ധിക്കാനുള്ള കാരണം. നിലവിൽ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 3 മണി വരെ ഈ സമയത്ത് ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തുകയാണ്. ആ സമയത്ത് കൂടുതൽ നേരം ശരീരത്തിൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കണം എന്നുള്ള മുന്നറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത്. ഇനി ഇതിന്റെ ഒരു തോത് നമുക്കൊന്ന് പരിശോധിക്കാം. 0 മുതൽ 12 വരെയുള്ള തോതിലാണ് UV രശ്മികളുടെ തോത് രേഖപ്പെടുത്തുന്നത്. അതിൽ 0 മുതൽ 3 വരെയുള്ള തോതാണ് നിലവിലിപ്പോൾ ഉള്ളത് എങ്കിൽ അത് കാര്യമായി വലിയ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമൊന്നുമില്ല. മനുഷ്യരെ അത് പ്രതികൂലമായി ബാധിക്കില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ 3 മുതൽ 9 വരെയാണ് ഒരു ദിവസം UV ഇൻഡെക്സ് രേഖപ്പെടുത്തുന്നത് എങ്കിൽ അത് ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഒരു മണിക്കൂർ തുടർച്ചയായി വെയിലേറ്റാൽ പൊള്ളലേൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് പറയുന്നത്. എന്നാൽ 9ന് മുകളിൽ പോവുകയാണെങ്കിൽ, തുടക്കത്തിൽ നമ്മൾ പറഞ്ഞല്ലോ 0 മുതൽ 12 വരെയാണ് ഇത്തരത്തിൽ UV ഇൻഡെക്സിന്റെ തോത് രേഖപ്പെടുത്തുന്നത്. അത് 9ന് മുകളിൽ പോവുകയാണെങ്കിൽ വെറും 10 മിനിറ്റ് പോലും വെയിലേറ്റാൽ അത് നമ്മളെ വലിയ തരത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയിലേക്ക് കൊണ്ടുപോകും. കഴിഞ്ഞ ദിവസം നോക്കുകയാണെങ്കിൽ നേരത്തെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ വലിയ ചൂട് തന്നെയാണ് രേഖപ്പെടുത്തിയത്. ഇന്ന് കൊല്ലം, കോട്ടയം ജില്ലകളിൽ ഉയർന്ന UV ഇൻഡെക്സ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. കൊല്ലം കൊട്ടാരക്കരയിൽ 10 ആയിരുന്നു ഇന്നലെ രേഖപ്പെടുത്തിയ തോത്. അതുപോലെ കോട്ടയം, ചങ്ങനാശ്ശേരിയിൽ രേഖപ്പെടുത്തിയത് 8 ആയിരുന്നു. മറ്റ് ജില്ലകൾ കൂടി പരിശോധിക്കുകയാണെങ്കിൽ പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ഈ ജില്ലകളിലൊക്കെ 6നും 7നും ഇടയിലായിരുന്നു UV ഇൻഡെക്സ് തോത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് വലിയ ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ഇത്തരത്തിൽ UV തോത് വർദ്ധിക്കുന്നത് അത് നമ്മൾ ആ ഒരു വെയിൽ നമ്മൾ ഏൽക്കുകയാണെങ്കിൽ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഏറ്റവും കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടത് ഈ പറയുന്ന ആളുകളാണ്. ഒന്നാമത് പുറം ജോലികളിൽ ഏർപ്പെടുന്നവർ. നമുക്കറിയാം ഇത്തരത്തിൽ പുറം ജോലികളിൽ ഏർപ്പെടുമ്പോൾ വെയിലിന്റെ കാഠിന്യം അങ്ങനെ തന്നെ നമ്മളിൽ ഏൽക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ആളുകൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് പറയുന്നുണ്ട്. ഒപ്പം മത്സ്യത്തൊഴിലാളികൾ, ഇത്തരത്തിൽ ഉൾക്കടലിലൊക്കെ മത്സ്യബന്ധനത്തിനായി പോകുന്ന ആളുകൾ തുടർച്ചയായി ഇത്തരത്തിൽ വെയിൽ കൊള്ളുകയാണല്ലോ, അത് വലിയ തരത്തിൽ നമുക്ക് രോഗങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. മറ്റൊന്ന് ജലഗതാഗതത്തിൽ ഏർപ്പെടുന്നവരാണ്. അതുപോലെ ബൈക്ക് യാത്രികരൊക്കെ ഇത്തരത്തിൽ ഒരുപാട് സമയം യാത്ര ചെയ്യുമ്പോൾ വലിയ തോതിൽ വെയിലേൽക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് നമ്മളെ പ്രതികൂലമായി തന്നെ ബാധിക്കാനുള്ള സാഹചര്യമുണ്ട്. മറ്റൊന്ന് വിനോദസഞ്ചാരികളാണ്. അതും ഈ പറയുന്നത് പോലെ പുറത്ത് തന്നെ ഈ കൂടുതൽ വെയിലേൽക്കുന്ന സാഹചര്യം തന്നെയാണ്. അതുകൊണ്ട് വിനോദസഞ്ചാരികളും ജാഗ്രത പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി നോക്കേണ്ടത് മറ്റ് രോഗങ്ങളുള്ളവരാണ്. ഒന്നാമത് ക്യാൻസർ രോഗികൾ. നമുക്കറിയാം ക്യാൻസർ പോലുള്ള രോഗികളുടെ അവസ്ഥ എന്താണ് എന്നറിയാം. അവരെ സംബന്ധിച്ച് ഈ UV അൾട്രാവയലറ്റ് രശ്മികൾ ചർമ്മത്തിൽ കൂടുതൽ ഏൽക്കുന്നത് അവരുടെ രോഗത്തിന്റെ കാഠിന്യം വർദ്ധിപ്പിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഒപ്പം ചർമ്മരോഗങ്ങളുള്ളവർ സ്വാഭാവികമാണ്. നമുക്കറിയാമല്ലോ ഇത്തരത്തിൽ ഈ അൾട്രാവയലറ്റ് രശ്മികൾ പതിക്കുമ്പോൾ കൂടുതലായും നമ്മുടെ ചർമ്മരോഗങ്ങളാണ്. സൂര്യാതപം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏൽക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ചർമ്മരോഗങ്ങളുള്ളവർ സൂക്ഷിക്കേണ്ടതുണ്ട്. മറ്റൊന്ന് രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവരാണ്. നമ്മൾ പൊതുവെ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇനി ഇത്തരത്തിൽ UV രശ്മികൾ കൂടുതലേറ്റാൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമുക്കുള്ളത് എന്ന് കൂടി നോക്കാം. സ്വാഭാവികമായും സൂര്യാതപം, ചൂട് കൂടുമ്പോൾ എല്ലാവരിലും അല്ലെങ്കിൽ പലർക്കും ഉണ്ടാകുന്ന പ്രശ്നം തന്നെയാണ് ഈ സൂര്യാതപം എന്നുള്ളത്. മറ്റൊന്ന് ത്വക്ക് രോഗങ്ങൾ കൂടാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ നേത്രരോഗങ്ങൾ കൂടാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റാരോഗ്യ പ്രശ്നങ്ങൾ, ഈ ഡീഹൈഡ്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഇത്തരത്തിൽ ചൂട് കൂടുമ്പോൾ അൾട്രാവയലറ്റ് രശ്മികൾ കൂടുതലായി ഏറ്റാൽ ഉണ്ടാകും. ചൂടിനെ കരുതണമെന്ന് തന്നെയാണ് അധികൃതർ നൽകുന്ന മുന്നറിയിപ്പ്. എങ്ങനെയെന്ന് കഴിഞ്ഞ പലതവണകളിലായി ന്യൂസ് ഡീകോഡിൽ ഉൾപ്പെടെ നമ്മൾ പറഞ്ഞിട്ടുള്ളതുമാണ്. പുറത്തിറങ്ങുമ്പോൾ തൊപ്പി, കുട, സൺഗ്ലാസ് എന്നിവ ഉപയോഗിക്കാൻ സൂക്ഷിക്കുക. ഒരു പരിധിവരെ ചൂടിനെ പ്രതിരോധിക്കാൻ നമുക്ക്
ഇത്തരം കാര്യങ്ങളിലൂടെ കഴിയാറുണ്ട്. മറ്റൊന്ന് കോട്ടൺ വസ്ത്രങ്ങൾ, അയഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കാൻ മാക്സിമം ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ്. പിന്നീട് വിശ്രമം തന്നെയാണ് വളരെ അത്യാവശ്യം. കൂടുതൽ നടന്നു പോവുക അല്ലെങ്കിൽ ഇത്തരത്തിൽ വെയിലിൽ യാത്ര ചെയ്യുകയൊക്കെ ആണെങ്കിൽ തണലിൽ വിശ്രമിക്കാനുള്ള ഒരു ശ്രമം കൂടി നടത്തേണ്ടത് അത്യാവശ്യമാണ്. ഏറ്റവും അവസാനം ധാരാളം വെള്ളം കുടിക്കുക. ഡീഹൈഡ്രേഷൻ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ധാരാളം വെള്ളം കുടിച്ച് നമ്മളെ തന്നെ സുരക്ഷിതരാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഈ UV അൾട്രാ വയലറ്റ് സൂചിക അഥവാ UV ഇൻഡെക്സിനെ കുറിച്ച് കൂടുതലായി വ്യക്തമാകേണ്ടതുണ്ട്. അതുപോലെ തന്നെ കാലാവസ്ഥാ വകുപ്പ് എന്തൊക്കെ കാര്യങ്ങൾ മുന്നറിയിപ്പായി പറയുന്നുണ്ട് എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് സ്വാന്തന സാജു വിവരങ്ങൾ നൽകും. UV ഇൻഡെക്സ് അഥവാ അൾട്രാ വയലറ്റ് ഇൻഡെക്സ് സൂര്യരശ്മികളിൽ നിന്നും പുറത്തേക്ക് വരുന്ന UV കിരണങ്ങളുടെ തോത് രേഖപ്പെടുത്തുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇൻഡെക്സ് ആണ് അൾട്രാ വയലറ്റ് ഇൻഡെക്സ്. 0 മുതൽ 12 വരെയുള്ള അക്കങ്ങൾക്കിടയിലാണ് നമ്മൾ UV ഇൻഡെക്സ് രേഖപ്പെടുത്തുന്നത്. 0-നും 3-നും ഇടയിലാണ് UV ഇൻഡെക്സ് നിൽക്കുന്നതെങ്കിൽ അത് മനുഷ്യ ശരീരത്തെ വലിയ രീതിയിൽ ബാധിക്കില്ല. ഇനി 4-5 ആണ് ഇതിന്റെ ഒരു തോത് എങ്കിലും വലിയ രീതിയിലുള്ള പ്രശ്നം മനുഷ്യ ശരീരത്തിന് ഉണ്ടാകാൻ സാധ്യതയില്ല. ഇനി 6-7 ഇത് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് ഓറഞ്ച് അലേർട്ടിന് സമാനമായൊരു അവസ്ഥയാണ് ഈ 6 മുതൽ 7 വരെയുള്ള തോത്. ഈ സമയത്ത് നമ്മൾ ഏതാണ്ട് ഒരു മണിക്കൂർ ഈ വെയിൽ കൊള്ളുകയാണെങ്കിൽ ആ സമയത്ത് UV ഇൻഡെക്സ് ഏതാണ്ട് 6-നും 7-നും ഇടയിലാണ് നിൽക്കുന്നതെങ്കിൽ 1 മണിക്കൂർ വെയിൽ കൊണ്ടാൽ സാധാരണമായി ഒരു മനുഷ്യന് വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. 9-നും 12-നും ഇടയിലാണ് നിൽക്കുന്നതെങ്കിൽ സൂര്യതാപം, സൂര്യാഘാതം അടക്കമുള്ള പ്രശ്നങ്ങൾ ഒരാൾക്ക് ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ട്. 10 മിനിറ്റ് നമ്മൾ ആ വെയിൽ കൊള്ളുകയാണെങ്കിൽ സൂര്യതാപമോ സൂര്യാഘാതമോ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. നിലവിൽ ഇപ്പോൾ കേരളത്തിലെ UV ഇൻഡെക്സിന്റെ കണക്ക് നോക്കുകയാണെങ്കിൽ 2 ജില്ലയിലാണ് ഈ 8-ന് മുകളിൽ ഈ UV ഇൻഡെക്സ് ഉള്ളത്. ഒന്ന് കൊല്ലം ജില്ലയിലും മറ്റൊന്ന് കോട്ടയം ജില്ലയിലുമാണത്. കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിൽ ഇന്നലെ രേഖപ്പെടുത്തിയ UV ഇൻഡെക്സ് 10 ആണ്. അതുപോലെ തന്നെ കോട്ടയം ചങ്ങനാശ്ശേരിയിൽ ഇന്നലെ രേഖപ്പെടുത്തിയ UV ഇൻഡെക്സ് 8 ആണ്. അങ്ങനെ സംസ്ഥാനത്ത് ഓരോ ദിവസം കഴിയും തോറും കഠിനമായ ചൂടിനൊപ്പം തന്നെ UV ഇൻഡെക്സും കൂടി വരികയാണ്. അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങുമ്പോൾ വെയിലേൽക്കുന്ന ആളുകളാണെങ്കിൽ കൂടുതലായുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്ന് സാരം. ഇനി എങ്ങനെയാണ് ഈ UV ഇൻഡെക്സ് കൂടുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ 2 കാരണങ്ങളാണ് ഇതിന്റെ പ്രധാനമായി പറയുന്നത്. അൾട്രാ വയലറ്റ് കിരണങ്ങൾ ഭൂമിയിലേക്ക് പതിക്കാതിരിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ഓസോൺ പാളികൾ. പക്ഷേ ഈ ഓസോൺ പാളികളുടെ കട്ടി കുറഞ്ഞതും അതുപോലെ തന്നെ ഈ ഓസോൺ പാളികളിൽ വിള്ളൽ വീണതുമാണ് ഇതിന് പ്രധാനമായ കാരണമായി പറയുന്നത്. ഇത്തരത്തിൽ ഓസോൺ പാളിക്കുണ്ടായ ഒരു പ്രശ്നം മൂലമാണ് കൂടുതൽ UV കിരണങ്ങൾ അല്ലെങ്കിൽ അൾട്രാ വയലറ്റ് കിരണങ്ങൾ ഭൂമിയിലേക്ക് പതിക്കുന്നത്. അതുകൊണ്ടാണ് ഓരോ വർഷം കഴിയും തോറും ഈ ഓസോൺ പാളികൾക്കുണ്ടാകുന്ന ഒരു ശോഷണം അതിന്റെ ഒരു ഭാഗമായിട്ടാണ് കൂടുതൽ ഇത്തരത്തിൽ UV റേഡിയേഷനുകൾ അല്ലെങ്കിൽ UV കിരണങ്ങൾ ഭൂമിയിലേക്ക് പതിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ ഓരോ ദിവസം കഴിയും തോറും ചൂട് കൂടുന്നതിനൊപ്പം തന്നെ ഈ UV കിരണങ്ങൾ കൂടുതലായി ഭൂമിയിലേക്ക് പതിക്കുന്നത് കൊണ്ട് തന്നെ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 3 മണി വരെയുള്ള സമയം, ഈ സമയത്തിനിടയ്ക്കാണ് സൂര്യകിരണങ്ങൾ നേരിട്ട് ഭൂമിയിലേക്ക് പതിക്കുന്നത്. ഈ സമയത്ത് ഉള്ള വെയിൽ നേരിട്ട് ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പും അതുപോലെ തന്നെ ആരോഗ്യ വിദഗ്ധരും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. അതേ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ്. സ്വാന്തന സാജുവാണ് വിവരങ്ങൾ നൽകിയത്.